മൊഡ്യൂൾ 3 നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ സ്റ്റീമിനെ പറ്റിയിട്ടാണ്. അപ്പൊ സ്റ്റീം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ നോക്കുന്ന ടോപ്പിക്. ഫോർമേഷൻ ഓഫ് സ്റ്റീം അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. അപ്പൊ ഈ നീരാവി എന്ന് പറഞ്ഞ സാധനം നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഈ നീരാവി നമ്മൾ എവിടെ യൂസ് ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ പവർ ജനറേഷന് വേണ്ടിയിട്ട് തെർമൽ പവർ പ്ലാന്റുകൾ നമ്മൾ നീരാവി ഉപയോഗിക്കാറുണ്ട്, അതായത് സ്റ്റീം യൂസ് ചെയ്യാറുണ്ട്. തുടക്കം തന്നെ ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ള സ്റ്റീമിന്റെ ഫോർമേഷൻ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ തെർമൽ പവർ പ്ലാന്റുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ബോയിലറും അതിന്റെ അത് വരുന്ന പല ആക്സസറീസ് ഒക്കെയാണ് നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. അപ്പൊ സ്റ്റീം എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അത് കോൺസ്റ്റന്റ് പ്രഷറിലാണ് നമ്മൾ സ്റ്റീമിന് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കുന്നത് ടെമ്പറേച്ചർ വേഴ്സസ് ഹീറ്റ് ഗ്രാഫ് വെച്ചിട്ടാണ്. അപ്പൊ ഇത് ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തുടക്കത്തിൽ ഗ്രാഫിന്റെ തുടക്കത്തിൽ നമുക്ക് വാട്ടർ ആണുള്ളത്. ഈ വാട്ടറിന്റെ അകത്തോട്ട് നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുന്നതാണ് ഇവിടെ എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കൂടും. ടെമ്പറേച്ചർ കൂടി ഈ വാട്ടർ തിളച്ച് സ്റ്റീമായിട്ട് മാറുന്നതാണ് ഗ്രാഫിക്കലി ഇവിടെ കാണിച്ചേക്കുന്നത്. അപ്പൊ അതെങ്ങനെ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇവിടെ തുടക്കത്തിലെ വെള്ളം മാത്രമേ ഉള്ളൂ. വെള്ളത്തിന്റെ അകത്തോട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി ഇവിടെ വരെ ഇൻക്രീസ് ആവും. ഈ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ബോയിലിംഗ് പോയിന്റ്. അതായത് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ വെള്ളത്തിന്റെ കേസിലാണെങ്കിൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ്. അതായത് 100 ഡിഗ്രി സെൽഷ്യസ് വരെ 100 ഡിഗ്രി സെൽഷ്യസ് വരെ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആയി. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതുവരെ നമ്മൾ കൊടുത്ത ഹീറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് സെൻസിബിൾ ഹീറ്റ് എന്നാ. ഓക്കെ, അപ്പൊ സെൻസിബിൾ ഹീറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസിബിൾ ഹീറ്റ് കൊടുക്കുമ്പോൾ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടും. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാം സെൻസിബിൾ ഹീറ്റ് എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ട് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ 0-ൽ നിന്ന് കൂടി 100 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് മാറി. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടില്ല. ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വേണം. ടെമ്പറേച്ചർ കൂടുകയല്ല ചെയ്യണേ, മറിച്ച് വെള്ളം അതിന്റെ ഫേസ് ചേഞ്ച് ചെയ്യും. അത് വാട്ടർ ആയിരുന്നു, ഇവിടെ അത് വാട്ടർ ആയിരുന്നു, ഈ പോയിന്റിൽ വാട്ടർ ആയിരുന്നു. ആ വാട്ടർ ഇത്ര എൻഡിലോട്ട് എത്തുമ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റീമായിട്ട് കൺവേർട്ട് ആവും, നീരാവിയായിട്ട് കൺവേർട്ട് ആവും. അപ്പൊ അങ്ങനെ ഫേസ് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അവസ്ഥ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ്. വെള്ളം അതിന്റെ അവസ്ഥയിൽ നിന്ന് നീരാവിയായിട്ട് മാറി. അപ്പൊ അങ്ങനെ ഫേസ് ചേഞ്ചിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പോയിന്റിൽ എത്തി കഴിഞ്ഞപ്പോൾ നമുക്ക് അത് കംപ്ലീറ്റ് നമുക്ക് സ്റ്റീമായിട്ട് മാറ്റാനായിട്ട് സാധിച്ചു. ഇനി അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഹീറ്റ് ആഡ് ചെയ്യുക. അത് നമ്മുടെ കയ്യിൽ ഇപ്പൊ നിലവിൽ നീരാവി ഉണ്ട്. വീണ്ടും നമ്മൾ ഹീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ വീണ്ടും കൂടും. വീണ്ടും കൂടി ആ സ്റ്റീമിനെ നമ്മൾ വിളിക്കുന്ന പേര് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എന്നാണ്. സൂപ്പർ ഹീറ്റഡ് സ്റ്റീം, അതായത് വളരെയധികം ടെമ്പറേച്ചർ ഉള്ള സ്റ്റീം. ഈ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിനെയാണ് നമ്മൾ തെർമൽ പവർ പ്ലാന്റുകളിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം വാട്ടർ ആയിരുന്നു, വാട്ടർ സ്റ്റീമായിട്ട് മാറി. ആ സ്റ്റീമിനെ നമ്മൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമായിട്ട് മാറ്റി. ഈ സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ് നമ്മൾ തെർമൽ പവർ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ രണ്ട് ടൈപ്പ് ഹീറ്റുകൾ നമ്മളിവിടെ പരിചയപ്പെട്ടു. ഒന്ന് സെൻസിബിൾ ഹീറ്റും പിന്നെ ലേറ്റന്റ് ഹീറ്റും. സെൻസിബിൾ ഹീറ്റ് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻസിബിൾ ഹീറ്റ്. അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. നമ്മൾ ചാപ്റ്റർ 1 സ്പെസിഫിക് ഹീറ്റ് പഠിച്ചതാണ്. സ്പെസിഫിക് ഹീറ്റ് ഒരു കോൺസ്റ്റന്റ് പ്രഷറും സ്പെസിഫിക് ഹീറ്റ് ഒരു കോൺസ്റ്റന്റ് വോളിയോ. അതേ സാധനം തന്നെയാണ്. സ്പെസിഫിക് ഹീറ്റിന്റെ മറ്റൊരു പേരാണ് സെൻസിബിൾ ഹീറ്റ്. അപ്പൊ ടെമ്പറേച്ചർ കൂട്ടാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് സെൻസിബിൾ ഹീറ്റ് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ്. ഈ റീജിയനിൽ നമ്മൾ കണ്ടായിരുന്നു ഫേസ് ചേഞ്ച് ആണ് സംഭവിച്ചത്. അവിടെ നമ്മൾ കണ്ടു ഫേസ് ചേഞ്ച് സംഭവിക്കുന്ന സമയത്ത് ടെമ്പറേച്ചറിൽ മാറ്റമില്ല. ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യണത്. അങ്ങനെ ടെമ്പറേച്ചർ കൂട്ടാനല്ല, പകരം ഫേസ് ചേഞ്ചിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഹീറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ലേറ്റന്റ് ഹീറ്റ്. ഓക്കെ, അപ്പൊ ഫേസ് ചേഞ്ച് സംഭവിക്കുന്ന സമയത്ത് ടെമ്പറേച്ചർ മാറില്ല എന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫോർമേഷൻ ഓഫ് സ്റ്റീം. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്, കണ്ടോ? ഈ പോയിന്റിന്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഹീറ്റ് ആഡഡ് ആഫ്റ്റർ ബോയിലിംഗ് ചേഞ്ചസ് വാട്ടർ ഇൻ സ്റ്റീം, സ്റ്റീമായിട്ട് മാറും. ഡ്യൂറിംഗ് ഫേസ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ മാറില്ല, ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. അടുത്ത് 3 കാര്യങ്ങൾ വ്യത്യാസം പഠിക്കാണ്ട്: വെറ്റ്, ഡ്രൈ ആൻഡ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. സ്റ്റീമുകളുടെ 3 ക്ലാസിഫിക്കേഷൻ ആണ്. അതിന്റെ ആദ്യത്തെ വെറ്റ് സ്റ്റീം. ഡെഫിനേഷൻ നോക്കുകയാണെങ്കിൽ വെറ്റ് സ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് നനവുണ്ടാവും. അതായത് വാട്ടറിന്റെയും നീരാവിയുടെയും വെള്ളത്തിന്റെയും നീരാവിയുടെയും കോമ്പിനേഷൻ ആയിരിക്കും. മിക്സ്ചർ ഓഫ് വാട്ടർ ഡ്രോപ്ലെറ്റ് ആൻഡ് സ്റ്റീം ഈസ് കോൾഡ് വെറ്റ് സ്റ്റീം. ഡ്രൈ സ്റ്റീമിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളത്തിന്റെ അംശം ഉണ്ടാവില്ല, അത് പക്ക സ്റ്റീം ആയിരിക്കും. അത് ഉണ്ടാവുന്നത് സ്റ്റീം വിത്തൗട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ. സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ്. അതായത് ഈ പോയിന്റ് ഇവിടെ ഈ റീജിയനിൽ ഇതിന്റെ അകത്ത് എന്താ പറയാ, കംപ്ലീറ്റ്ലി നമ്മുടെ വെള്ളത്തിന്റെ അംശം പോയി സ്റ്റീം മാത്രമാവുന്ന അവസ്ഥയുണ്ട്. ആ സ്റ്റീം മാത്രമാവുന്ന അവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രൈ സ്റ്റീം. ഇതിന്റെ അകത്ത് വെള്ളത്തിന്റെ അംശം ഉണ്ടാവില്ല. ഇനി ഈ ഡ്രൈ സ്റ്റീമിനെ വീണ്ടും നമ്മൾ സൂപ്പർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ എത്തുമ്പോൾ ഈ സാധനം ഡ്രൈ സ്റ്റീമാണ്. ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അത് ഡ്രൈ സ്റ്റീമാണ്. നമ്മൾ അതിനെ വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് പോകും, അത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആയിട്ട് മാറും. അതാണ് മൂന്നാമത്തെ ആൾ, സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. സ്റ്റീം ഹീറ്റഡ് ബിയണ്ട് സാച്ചുറേഷൻ ടെമ്പറേച്ചർ,
അതായത് 100 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വീണ്ടും നമ്മൾ സ്റ്റീമിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൂപ്പർ ഹീറ്റഡ് സ്റ്റീമായിട്ട് മാറും. ഇനി അതിന്റെ ഫേസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ അവസ്ഥകൾ അതിന്റെ അകത്തുണ്ട്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? പകുതി വേപ്പറാണ്, പകുതി ഈ പറയുന്ന ആവിയാണ്, പകുതി എന്താ വെള്ളമാണ്, ലിക്വിഡാണ്. ഡ്രൈ സ്റ്റീമിനകത്ത് 100% വേപ്പറാണ്, ഫുള്ള് ആവി തന്നെയാണുള്ളത്. പക്ഷെ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിൽ വെള്ളത്തിന്റെ അംശമൊന്നുമില്ല, 100% വേപ്പർ തന്നെയാണ്. പക്ഷെ അവിടുത്തെ ടെമ്പറേച്ചർ എങ്ങനെയാണ്? ഹയർ ടെമ്പറേച്ചറാണ്, സാച്ചുറേഷൻ ടെമ്പറേച്ചറിനേക്കാൾ മുകളിൽ പോയി. തെറ്റിയിരിക്കണ്ട, സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് തന്നെയാണ്. ഈ ടെമ്പറേച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ വെറ്റ് സ്റ്റീമിന്റെ അകത്ത് ടെമ്പറേച്ചർ സാച്ചുറേഷൻ ടെമ്പറേച്ചർ തന്നെയാണ്, അതായത് 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. പക്ഷെ അതിന്റെ അകത്ത് എന്താ? വെള്ളത്തിന്റെ അംശം ഉണ്ടായിരുന്നു. പക്ഷെ ഡ്രൈ സ്റ്റീം ആയി കഴിയുമ്പോൾ വെള്ളത്തിന്റെ അംശമൊക്കെ നഷ്ടപ്പെട്ട് അത് കംപ്ലീറ്റ്ലി 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീമായിട്ട് മാറും. പക്ഷെ ടെമ്പറേച്ചർ എത്ര തന്നെയാണ്? 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ്. ഇപ്പൊ രണ്ടിലും സാച്ചുറേഷൻ ടെമ്പറേച്ചർ ആണ്. പക്ഷെ സൂപ്പർ ഹീറ്ററിന്റെ കേസിൽ മാത്രം ടെമ്പറേച്ചർ അതിലും മേലെ പോയി, 100-നേക്കാൾ മേലെ പോകും, അതായത് ഹയർ സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ത്രോട്ട്ലിംഗ് പ്രോസസ്. എന്താണ് ത്രോട്ട്ലിംഗ് പ്രോസസ് എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പറഞ്ഞാൽ അതൊരു ഐസെന്താൽപിക് പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞു ഐസോ തെർമൽ, ഐസോയുടെ അർത്ഥം സെയിം എന്നാണ്. ഐസോ തെർമൽ എന്ന് പറഞ്ഞാൽ സെയിം ടെമ്പറേച്ചർ. അപ്പൊ ഐസോ എൻതാൽപിക് എന്ന് പറയുമ്പോൾ ഐസോ മീൻസ് സെയിം, എൻതാൽപി എന്ന് പറഞ്ഞാൽ എൻതാൽപി തന്നെ, നമ്മൾ എൻതാൽപി എന്നുള്ള ഫസ്റ്റ് മോഡിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഐസോ എൻതാൽപി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എൻതാൽപി, അതായത് ഇവിടെ എൻതാൽപി എന്ന് പറഞ്ഞ സാധനത്തിന് വ്യത്യാസം ഉണ്ടാവില്ല. ഇൻ വിച്ച് ഇതിനകത്ത് എങ്ങനെയാണ്? ഫ്ലൂയിഡ് പാസസ് ത്രൂ എ മൈന്യൂട്ട് ഹോൾ. ഫ്ലൂയിഡ് ഒരു പൈപ്പിൽ ചെറിയൊരു മൈന്യൂട്ട് ഹോൾ ഉണ്ടാവുന്ന വിചാരിക്കാം. ആ മൈന്യൂട്ട് ഹോളിലൂടെയാണ് നമ്മുടെ ഫ്ലൂയിഡ് പാസ് ചെയ്ത് പോകുന്നത്, വെള്ളമാവട്ടെ എയർ ആവട്ടെ കടന്നു പോകുന്നത്. അതിന്റെ അണ്ടർഗോസ് സഡൻ പ്രഷർ ഡ്രോപ്പ്. ഈ ചെറിയ വിടവിൽ കൂടെ കടന്നു പോകുമ്പോൾ വെള്ളത്തിന്റെ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ അവിടെ കുറഞ്ഞു പോകുന്ന ഒരു സാധനമുണ്ട്. വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ കുറഞ്ഞു പോകുന്ന ആളാണ് പ്രഷർ. പ്രഷർ ഒറ്റയടിക്ക് അവിടെ ഡ്രോപ്പ് ആവും. ബട്ട് അവിടെ വർക്കില്ല, വിത്തൗട്ട് എനി വർക്ക് ആൻഡ് വിത്തൗട്ട് ഹീറ്റ് എക്സ്ചേഞ്ച്. അവിടെ ഹീറ്റ് എക്സ്ചേഞ്ചും ഇല്ല, അതായത് ഹീറ്റ് കൈമാറപ്പെടില്ല. അവിടെ വർക്കും ഇല്ല, ഹീറ്റിന്റെ കൈമാറ്റവും ഇല്ല. ഇതൊക്കെ അവിടെ സീറോയാണ്. അപ്പൊ ഇങ്ങനെ ഒരു പ്രോസസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രോട്ട്ലിംഗ് പ്രോസസ്. അതായത് ത്രോട്ട്ലിംഗ് പ്രോസസിന്റെ അകത്ത് വെള്ളം ഒരു മൈന്യൂട്ട് ഹോളിലൂടെ കടന്നു പോകുന്നത് അവിടുത്തെ പ്രഷർ ഡ്രോപ്പ് ചെയ്യും. പിന്നെ അതൊരു ഐസെന്താൽപിക് പ്രോസസ് ആണ്. അതേപോലെ തന്നെ അവിടെ വർക്ക് ഡണ്ണും ഹീറ്റ് എന്ന് പറയുന്നതും സീറോയാണ്. ഇത്തരം കാര്യങ്ങളാണ് ഇപ്പൊ ത്രോട്ട്ലിംഗ് പ്രോസസിനെ പറ്റി പഠിക്കാനുള്ളൂ. അപ്പൊ ത്രോട്ട്ലിംഗ് പ്രോസസ്സിൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞ സാധനം ഒരു മൈന്യൂട്ട് ഹോളിലൂടെ കടന്നു പോകും. ബാക്കി ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ അവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ വർക്ക് ഡൺ ഇല്ല, അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല. ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ല എന്ന് പറഞ്ഞാൽ അഡയാബാറ്റിക് പ്രോസസ് ആണ്. ഇനി അവിടെ ഐസെന്താൽപിക് എന്ന് പറഞ്ഞു, അവിടെ കോൺസ്റ്റന്റ് എൻതാൽപി ആണ്. ഇനി പ്രഷർ ചെറിയ ഹോളിൽ കൂടെ കടന്നു പോകുന്നതുകൊണ്ട് അവിടെ പ്രഷർ ഒറ്റയടിക്ക് ഡ്രോപ്പ് ആവും, പ്രഷർ ഒറ്റയടിക്ക് കുറഞ്ഞു പോകും. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രോട്ട്ലിംഗ് പ്രോസസ്.